Hi friends, welcome to Craft Wonders. ഇന്ന് നമുക്ക് ഫാബ്രിക് പെയിന്റിന്റെ ലെസൺ 3 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ലെസൺ 1ഉം 2 ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ സാവധാനം ക്ഷമയോടുകൂടി ഓരോ ലെസണുകളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ആഴ്ചകളിൽ നമ്മൾ ലെസണുകൾ ഇടുന്നത്. ആ ഓരോ ആഴ്ചകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാവധാനം ഇത് ബേസിക്കായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബേസിക്കായ കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ ഈ 1ഉം 2ഉം 3ഉം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫാബ്രിക് പെയിൻറ്റിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യാൻ നമ്മൾ വിചാരിക്കരുത്. ക്ഷമയോടുകൂടി സാവധാനം മെല്ലെ മെല്ലെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടും പെർഫെക്ഷനായിട്ടും കോൺഫിഡൻസോട് കൂടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ലെസൺ 1ൻ്റെ 2ൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതുപോലെ സാവധാനം എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഇനി ലെസൺ 3 എന്താണെന്ന് നോക്കാം. ലെസൺ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് വർക്ക്. അപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലെസൺ 1ൽ പഠിച്ചത് ഫില്ലിംഗ് വർക്കാണ്, ലെസൺ 2ൽ പഠിച്ചത് ഔട്ട്ലൈൻ വർക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ലെസൺ 3ൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഔട്ട്ലൈൻ വർക്ക് ചെയ്യുന്നതാണ് ലെസൺ 3ൽ വരുന്നത്. ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പെയിൻറ്റിങ് രീതിയാണ്. ഇതിൽ നമുക്ക് ഷെയ്ഡിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും വരുന്നില്ല. പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിങ് രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കലങ്കാരി പെയിൻറ്റിങ് പറയാം, അല്ലെങ്കിൽ മധുബാനി പെയിൻറ്റിങ് പറയാം. ഇതൊക്കെ ഇതുപോലെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഔട്ട്ലൈനും ഫില്ലിംഗ് വർക്കും വരുന്നതാണ് ഈ മധുബാനി പെയിൻറ്റിങ്ങും കലങ്കാരി പെയിൻറ്റിങ്ങും എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. മധുബാനി പെയിൻറ്റിങ്ങിലും അതുപോലെ തന്നെ കലങ്കാരി പെയിൻറ്റിങ്ങിലൊക്കെ നമുക്ക് കൂടുതലും ഈ ഫില്ലിങ്ങും ഔട്ട്ലൈൻ വർക്കും കൂടാതെ തന്നെ അതിൽ കുറേ ഡോട്ട്സ്, ലൈൻസ് ഇതൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ലെസൺ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ലെസണുകളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് പഠിക്കാം. അതായത് ഷെയ്ഡിങ്, അതുപോലെ ഫ്രീ ഹാൻഡ് പെയിൻറ്റിങ്, വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, നമുക്കൊരു ദിവസം കൊണ്ട് നമ്മളൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. സാവധാന ക്ഷമയോടുകൂടി ഓരോന്നും പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, വെരി ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ മോളുടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്, ടീഷർട്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു പിക്ചറാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ട്രേസ് എടുക്കാം. ഞാനിതൊരു റിങ്ങുമ്മ പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫില്ലിംഗ് വർക്ക് ചെയ്യാം. 2 തരത്തിലാണ് നമുക്ക് ചെയ്യുക. ഒന്ന്, ആദ്യം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഫില്ലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലിംഗ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ വരയ്ക്കുക. അത് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫില്ലിംഗ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും ചിത്രത്തിന്. അപ്പോൾ അങ്ങനെ ചെയ്യണം നല്ലത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് കൊടുത്തതിന് ശേഷം ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു ബനിയൻ്റെ ക്ലോത്താണ്. അപ്പോൾ അതിനും നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും.
കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ വരക്കാനായിട്ട് നമ്മൾ ഏത് ബ്രഷാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ലെസൺ 2 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ പോയിൻറ്റഡ് ആയിട്ടുള്ള റൗണ്ട് ബ്രഷാണ് നമ്മൾ എപ്പോഴും ഔട്ട്ലൈൻ വരക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സൈസ് നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു നോർമൽ പിക്ചറിനൊക്കെ ആണെങ്കിൽ നമുക്ക് സൈസ് 0 മുതൽ 2, 3, 4 അങ്ങനെ അത് വരെ എടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഞാനിപ്പോൾ ഒരു കുറച്ച് ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ലാസ്റ്റ് വരയ്ക്കുമ്പോൾ അതൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഔട്ട്ലൈന് നമുക്ക് ഫില്ലിങ് കൊടുത്തതിന് ശേഷം വരച്ചാൽ മതി. എന്ത് പിക്ചറും ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മ്യൂറൽ പെയിൻറ്റിങ്, കേരള മ്യൂറൽ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടല്ലോ. അത് കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡിങ്ങും കളറിങ്ങും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ വെച്ചുകൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കും. അപ്പോൾ അതിനൊരു ഒരു ഭംഗി വേറെ തന്നെയാണ്.
ഇത് ഞാൻ മോളുടെ ഒരു ടീഷർട്ടിൽ ചെയ്തതാണ്. ഇതുപോലെ ഇതിപ്പോൾ ഞാനൊരു ടീഷർട്ടിൽ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാറുകളിലോ സാരി ഷർട്ട് എന്തിൽ വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഔട്ട്ലൈൻ വർക്ക് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ്. അപ്പോൾ മാക്സിമം ഇതുപോലെ കുറേ പിക്ചേഴ്സ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ചിത്രം ചെയ്തതാണ്. അതുപോലെ 2 തരം പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പിക്ചർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 2 തരത്തിൽ നിങ്ങൾക്ക് കാണാം. ലെസൺ 1ഉം 2ഉം ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറേ പേര് എനിക്ക് പിക്ചേഴ്സ് അയച്ചു തന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് പിക്ചേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ഇന്ന പിക്ചേഴ്സ് അയച്ചു തരുമോ, അത് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെസണുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ നമ്മുടെ കൈ കൊണ്ട് തന്നെ വരച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതിനിപ്പോൾ നമ്മൾ പിക്ചറൊന്നും പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് തന്നെ നമ്മളൊരു സിമ്പിളായിട്ടൊരു ഫ്ലവറും അല്ലെങ്കിൽ എനിമൽസ് എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് കളർ ചെയ്ത് പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ലെസൺ 3 ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് വർക്ക് ഒരുവിധം ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താം. ഇനി ലെസൺ 4മായി നെക്സ്റ്റ് തേഴ്സ്ഡേ കാണാം. ബൈ.